ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ പുഴുക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ മരിച്ചീനി എന്ന് പറയും. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 3/4 കിലോ മരിച്ചീനി. കഴുകി ചീവി ഇത്ര വെള്ളം വേണം വച്ച് അടച്ച് വേവിക്കണം. ഇനി മരിച്ചിനി കപ്പ അകത്ത് കുക്കറിൽ കിടന്ന് വേവയാണ്. തിളച്ചതിന് ശേഷം അടുത്തത് അതിനിടയ്ക്ക് ഒരു മീൻ കറിയാണ്. ഒരു 400 ഗ്രാം ചൂര ക്ലീനാക്കിയത്, അത് കൂട്ടാൻ വയ്ക്കേണ്ട ചേരുവകൾ. ഇതാ ഇത്ര മല്ലി, മുഴുവൻ മല്ലിയാണ്. നല്ല വലിയ മുളകിൽ 3 മുളക്, ഒരിത്ര കുരുമുളക്, ഒരു 10-12 കുരുമുളക്, ഒരു 1/2 സ്പൂണ് ഉലുവ, ഇത്രയും ഇട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ചുവട്ട് വറക്കണം. ജാറിലിട്ട് എന്താ ഒരു കപ്പ് തേങ്ങ ചുരണ്ടി വെച്ച 1 കപ്പ് തേങ്ങ കൂടെ ഇട്ട്, ഇത് സാധാരണ പണം പുളിയല്ല, സാധാരണ പുളിയാണ്. ഇതിനെ കോരാനെ കൊണ്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശകലം മഞ്ഞൾപ്പൊടി കൂടെ ഇടണം. നന്നായിട്ട് ഒരു 5 കഷ്ണം ചെറിയ ചുവന്നുള്ളി, 3 കഷ്ണം പഴം തക്കാളി, കുറച്ച് ഒരു 2 കൊത്ത് കറിവേപ്പില ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. വച്ച് തീ കത്തിച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് മീൻ അരച്ചു വെച്ച കൂട്ട് ഇതാ എല്ലാം കൂടെ ഒഴിക്കുകയാണ്. ഇപ്പോൾ ഒഴിച്ചിട്ട് ഇതാ ഒരു 10 ഗ്രാം പുളിയാണ്, പണം പുളിയല്ല, വെള്ളത്തിൽ ഊരായിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്,
ഇട്ടിട്ട് നന്നായി കലക്കി, വെള്ളം കുറവാണ്, ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇതാ തിളച്ചതിന് ശേഷം ഞാൻ നീട്ടുമുളക്, 3 നാടൻ പച്ചമുളക്, ഒരു ചെറിയ മുരിങ്ങയ്ക്ക ചെറുതായിട്ട് വെട്ടി, ഒരു 6-7 കഷ്ണം മുരിങ്ങയ്ക്ക തിളച്ചതിന് ശേഷം ഇനി മുളകും എല്ലാം ചേർത്ത് നന്നായി ഇളക്കി, മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മൂടി വെച്ച് വേവണം. മൂടി വയ്ക്കണം. വെച്ചിട്ട് ഞാൻ കപ്പ മുറിച്ച് അരിഞ്ഞ് ചീവി ഇതാ വെച്ച് ഒരു പിഷിലിൽ ഇത് ആവി വന്ന് നന്നാ വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ അരിച്ചിന് കുറച്ച് നിറയെ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. വെന്തു. കുക്കറിലിട്ട് ഫിഷിൽ വെന്തതല്ല, വെന്തിട്ട് ഇത്രയും വെള്ളം വെച്ചാണ് എടുത്ത് ഇതിനെ ഊറ്റി കളഞ്ഞിട്ട് അടുത്തത് ഇതിൽ ചേരേണ്ട വകകൾ ചേർക്കാം. ഇതിന് ചേരേണ്ട വകകൾ ശകലം മഞ്ഞൾത്തൂട്, ശകലം മുളക് പൊടി, ഇത് കുറച്ച് ശകലം ഇട്ടാൽ മതി. പിന്നെ ഇവിടെ കാന്താരി മുളകുണ്ട്, അതുകൊണ്ട് ഞാനൊരു 2 കാന്താരി മുളകും കൂടെ മരിച്ചിരിക്കുകയാണ്. അവയ്ക്ക് കുറച്ച് തേങ്ങ, ഒരു നുള്ളു തേങ്ങ, കുറച്ച് 1/2 സ്പൂണ് കുറച്ച് ജീരകം, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില, ശകലം വെള്ളം ഒഴിച്ചിട്ട് ത്തിന് 3/4 കിലോ മരിച്ചിനിയാണ്. മരിച്ചിനി കപ്പ എന്നും പറയും. ഇതെല്ലാം കൂടെ ഇട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കത്തിച്ച് നല്ല ചൂടാവണം. നല്ല ആവി വന്നിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് തന്നെ ഒരു കറണ്ടി എടുത്ത് ഓഫ് ചെയ്തു.
നല്ല പെട്ടെന്ന് വേവുന്ന മരിച്ചിനാണ് ഒരു വിസിൽ തന്നെ വന്നത്. വേവ് കൂടിയതാണെങ്കിൽ 2 വിസിലിന് വെക്കണം. വെള്ളം നവക്ക വെച്ചിട്ട് വെന്ത് അതിനെ ഊറ്റി കളഞ്ഞിട്ട് അതിൽ എല്ലാം ചേരുവകൾ, കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതാ കപ്പ റെഡി ആയിട്ടുണ്ട്. ചൂര മീൻ അടുപ്പിൽ വെച്ചത് നല്ല കുഴമ്പ് പരുവത്തിൽ മുരിങ്ങയ്ക്കയും പച്ചമുളകും എല്ലാം വെന്ത് ശരിയായിട്ടുണ്ട്. നല്ല തുണി പിടിച്ച് ചുറ്റി അതിൽ രണ്ടാമത് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ, തേങ്ങ വെളിച്ചെണ്ണ ശകലം മേലെ കൂടെ ഒഴിച്ചിട്ട് നല്ല പച്ച കറിവേപ്പില മുകളിൽ കൂടെ ഇട്ട് തീ ഓഫ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. മീൻ കറിയും നല്ല കറി കുഴമ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. തിന്നാനും കപ്പയും മീനും കഴിക്കാനും എല്ലാത്തിനും നല്ല ടേസ്റ്റായ മീൻ കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.